ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയും മുട്ടയും ഒക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, നമുക്കിത് സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചൂട് കട്ടനോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരം കൂടിയാണിത്. അപ്പോൾ ഏത് സമയത്ത് വേണോ നിങ്ങൾക്കിത് തയ്യാറാക്കി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിക്കാവുന്നേ ഉള്ളൂ. ഉറപ്പായിട്ട് എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ട വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം കേട്ടോ. ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയും ബാക്കിയുള്ള ചേരുവകളെല്ലാം തന്നെ നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കുന്നോ അതിനനുസരിച്ച് എല്ലാ ചേരുവകളും എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അല്പം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ സവാള എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാനിതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു മണമായിരിക്കും ഈ മസാലയ്ക്ക്. അതിന് വേണ്ടിയിട്ടാണ് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. ഇത് ഒരുപാട് ടൈമൊന്നും വേണ്ട. ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന ആ ഒരു ടൈം മതിയാകും. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ അളവിൽ. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാള നന്നായിട്ട് കനം കുറച്ചരിയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. എരിവിനായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മതിയാകും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ പെട്ടെന്ന് തന്നെ അത് വാടി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക, പച്ചവെള്ളം. ഇതൊന്ന് കുഴഞ്ഞ് നന്നായിട്ട് ഒന്ന് മസാലയൊക്കെ ഒന്ന് കുഴഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയില ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതിയാകും. ലാസ്റ്റിൽ കറിവേപ്പില ചേർക്കുമ്പോൾ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് ബൗളിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയിൽ അടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെയൊക്കെ ഒന്ന് പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചതൊന്ന് കുഴയ്ക്കണം. ഒരുപാട് വെള്ളം ആദ്യമേ എടുത്ത് ഒഴിക്കരുത്. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലർക്കത് നന്നായിട്ടത് കറക്കി എടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിലൊക്കെ വ്യത്യാസം വരുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ബൗളിലാക്കിയതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലൊഴിച്ച് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എല്ലാം തന്നെ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നും തന്നെ ചേർക്കാനില്ല. ഇനി ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മാറ്റുന്നത് ഞാൻ ഈ ഒരു തവയിൽ തന്നെയാണ് ഇനി ഇത് ബാക്കിയുള്ളത് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയത്. ഇനി നിങ്ങൾക്ക് വേറൊരു തവയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണോ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്, ഉറപ്പായിട്ടും ചെയ്യണം. അല്പം
സമയം അതൊന്ന് മൂക്കാനായിട്ട് വെക്കുക. ആ ടൈമിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങിയത് ഞാനിവിടെ ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് റൗണ്ടിലോ എങ്ങനെ വേണോ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു മണം കിട്ടും ഒരു സ്നാക്സിന്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇത് ഒഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഓയിൽ വയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഓഫാക്കിയാലും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അത്രയും ടൈം കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ മാവ് ഒഴിച്ച് കൊടുക്കാവൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എത്ര ചേർത്താലും അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഫില്ലിങ് ഇവിടെ നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ആദ്യം ഞാൻ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും മുട്ട നന്നായിട്ട് സെറ്റാക്കി വെക്കാൻ പറ്റുള്ളൂ. ഇനി ബാക്കിയുള്ള മാവ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് കുറഞ്ഞ തീയിൽ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അടിഭാഗം ഇപ്പോൾ തന്നെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടാവും. കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ചേക്കുക, അടച്ച് വെച്ച്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബാക്കിയുള്ള ഫില്ലിങ്ങിൻ്റെ കുറച്ചും കൂടെ വെച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഇല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പില മുറിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വിതറി കൊടുത്താലും മതിയാകും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു മണവുമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കാനേ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല പാനാണെന്നുണ്ടെങ്കിൽ, നോൺ സ്റ്റിക്കിൻ്റെ നല്ല പാനാണെങ്കിൽ മാത്രമേ നമുക്കത് നല്ല ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളകി വരുന്ന ഒരു പാനാണെന്നുണ്ടെങ്കിൽ ഇളക്കി നമുക്കത് മറിച്ച് ഡയറക്റ്റായിട്ട് അതിലിട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇളക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരല്പം ഓയിലൊന്ന് ഇതിൻ്റെ പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് അടിഭാഗം തിരിച്ച് അതിൻ്റെ ഇട്ട് കൊടുക്കാം. വീണ്ടും അതൊരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചേക്കുക. എങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞൊക്കെ വരും. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിതിൽ തക്കാളിയൊന്നും ചേർക്കാതെയാണ് മസാല തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ തക്കാളിക്ക് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. പക്ഷേ ഇത് സാധാരണക്കാർക്കൊക്കെ എല്ലാ പേർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചൂട് കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഉഗ്രൻ ഒരു ചായക്കടി കൂടിയാണ്. ഡിന്നറായിട്ടും കഴിക്കാവുന്നതാണ്, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത്. അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.